കഴിഞ്ഞ വർഷം തീവണ്ടിയിൽ TTE ആക്രമിച്ച കേസ് എഴുതി തള്ളി. അക്രമിയുടെ ചിത്രമടക്കമുണ്ടായിട്ടും ആളെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് റെയിൽവേ പോലീസിന്റെ വിശദീകരണം. 2024 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട ജനശതാബ്ദിയിൽ TTE ജെയ്സണ് നേരെ ആക്രമണമുണ്ടായത്. ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഭിക്ഷക്കാരനെന്ന് തോന്നിക്കുന്നയാൾ ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ TTE റെയിൽവേ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടായില്ല. ഇതേ തുടർന്ന് ആക്രമിച്ചയാളുടെ ഫോട്ടോ അതിസാഹസികമായി എടുത്ത് TTE ജെയ്സൺ തന്നെ റെയിൽവേ പോലീസിന് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ആളെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് റെയിൽവേ പോലീസ് കേസ് എഴുതി തള്ളുകയായിരുന്നു. അതിനിടെ വർക്കലയിൽ ട്രെയിനിൽ യുവതി ആക്രമിക്കപ്പെട്ടത് ഗോവിന്ദച്ചാമിയിൽ നിന്ന് സൗമ്യ നേരിട്ടതുപോലുള്ള ക്രൂരതയെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. എല്ലാവരും റെയിൽവേ സുരക്ഷിതാക്കി റെയിൽവേ ഓരോ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഇതൊരു പേടി സ്വപ്നം തന്നെ ട്രെയിനിലുള്ള യാത്ര. TTE ജെയ്സൺ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ടതിന് 2 ദിവസം മുമ്പാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ യാത്രക്കാരന്റെ മർദ്ദനമേറ്റ് TTE വിനോദ് മരിച്ചത്. ക്രിമിനലുകൾ ട്രെയിനിൽ ആക്രമണം തുടരുമ്പോഴും റെയിൽവേ പോലീസ് നിസ്സംഗത തുടരുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.